നമസ്കാരം. ഞാൻ ലക്ഷ്മി കാണത്ത്. ഒരു പ്രസ്താവന കാണിച്ചു തരാം. കുംഭമേളയ്ക്കായിട്ട് ചിലവഴിക്കുന്നതിന്റെ 0.1% ചെലവഴിച്ചിരുന്നെങ്കിൽ 150 സ്കൂളുകൾ പൂട്ടുന്നത് ഒഴിവാക്കാമായിരുന്നു എന്ന് സ്കൂളുകളുടെ ശോചനീയാവസ്ഥയെക്കുറിച്ച് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയോട് ഉള്ള എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് തന്നെ ചില വസ്തുതകൾ പറഞ്ഞുകൊള്ളട്ടെ. ആചാര്യാത് പാദമാദത്തെ പാദം ശിഷ്യസ്വമേധയ പാദം സ ബ്രഹ്മചാരിഭ്യാം പാദം കാലക്രമേണ ച എന്നാണ്. അതായത് ഒരു വിദ്യാർത്ഥി അവൻ നേടുന്ന അറിവിന്റെ ആദ്യത്തെ കാൽഭാഗം 25% അധ്യാപകനിൽ നിന്ന് അല്ലെങ്കിൽ ഗുരുക്കന്മാരിൽ നിന്നാണ് ആർജിക്കുന്നത്. അടുത്ത കാൽഭാഗം സ്വന്തം അനുഭവങ്ങളിലൂടെയും ചിന്തകളിലൂടെയും എല്ലാം ആർജിക്കുന്നു. മൂന്നാമത്തെ കാൽഭാഗം നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്നും അല്ലെങ്കിൽ സഹപാഠികളിൽ നിന്നും മറ്റുള്ളവരുമായിട്ടൊക്കെ സംസാരിക്കുന്നതിൽ നിന്നും ഒക്കെ ആർജിക്കുന്നു. നാലാമത്തെ കാൽഭാഗം കാലക്രമേണയുള്ള അനുഭവ പരിചയത്തിൽ കൂടിയാണ് ആർജിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ലോകത്തില് വിദ്യാഭ്യാസം നേടിയവരെല്ലാവരും സ്കൂളിൽ പോയാൽ മാത്രം നന്നാവാത്തത്. അതുകൊണ്ടാണ് പ്രശസ്തനായിട്ടുള്ള മാർക്ക് ട്വെയിൻ ഒരിക്കൽ പറഞ്ഞിട്ടുള്ളത്, മൈ എഡ്യൂക്കേഷൻ ഡിഡ്ന്റ് ഇന്റർഫിയർ വിത്ത് മൈ സ്കൂളിംഗ് എന്നുള്ളത്. അതായത് ഞാൻ സ്കൂളിൽ പോയിട്ടുണ്ട്, പക്ഷെ അതെന്റെ വിദ്യാഭ്യാസവുമായിട്ട് ഇടപെട്ടിട്ടില്ല എന്ന്. അതായത് സ്കൂളിൽ പോകുന്നത് കൊണ്ട് മാത്രമല്ല ഒരു വ്യക്തി വിദ്യാഭ്യാസം നേടുന്നത്. അനുഭവജ്ഞാനം കൊണ്ടും അവനവന്റെ സ്വതന്ത്രമായ ചിന്തകൾ കൊണ്ടും നമുക്ക് കിട്ടുന്ന വിവരങ്ങളും അറിവുകളും കൊണ്ടും അതിനെ വിചിന്തനം ചെയ്തും സ്വന്തമായിട്ടൊരു ചിന്താധാര ഉണ്ടാക്കിയെടുക്കുന്നതിൽ കൂടിയാണ് ഒരു വിദ്യാർത്ഥി അറിവ് നേടുന്നത്, സ്കൂളിൽ നിന്ന് മാത്രമല്ല. ഇതിന്റെ സാമ്പത്തികമായിട്ടുള്ള മറ്റൊരു വസ്തുത പറഞ്ഞു കഴിഞ്ഞാൽ, ലോകത്തെ മറ്റേതൊരു രാജ്യത്തെക്കാളും ഭാരതത്തിന്റെ സമ്പദ് വ്യവസ്ഥിതിയെ പിടിച്ചു നിർത്തുന്നതും അതിനെ ഏറ്റവും ഉയർന്ന തലത്തിലെത്തിക്കുന്നതും നമ്മുടെ ഹിന്ദുക്കളുടേതായിട്ടുള്ള ആഘോഷങ്ങളും ഉത്സവങ്ങളും തീർത്ഥാടനങ്ങളും ക്ഷേത്രദർശനങ്ങളും എല്ലാം അടങ്ങുന്ന ടെമ്പിൾ ഇക്കോണമിയാണ്. കുംഭമേളയ്ക്ക് സർക്കാർ ചിലവാക്കുന്നതിന്റെ 100 ഒരു 10,000 ഇരട്ടിയാണ് ഒരു തീർത്ഥാടന കാലം കൊണ്ട് സർക്കാരിന് തിരിച്ച് ഹിന്ദുക്കളുടെ പണത്തിലൂടെ കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രസ്താവനയോട് ഒരിക്കലും യോജിക്കാൻ സാധിക്കുകയില്ല. ഒരു കുംഭമേള കഴിയുമ്പോൾ സർക്കാരുകൾ ഉണ്ടാക്കുന്നത് ഒരു 200 സ്കൂളുകൾ ഉണ്ടാക്കാനുള്ള പണമാണ്. അതെല്ലാം ഹിന്ദുക്കളിലൂടെ കിട്ടുന്ന പണമാണ്.